മിഥുനേട്ടാ, ഏട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? കിടക്കാറായില്ലേ? നീ പോയി കിടന്നോ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിന്നിട്ട് വരാം. എന്താ ഏട്ടാ, എന്താ പറ്റിയത്? ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഓഫീസിൽ നിന്ന് വന്നപ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തിലല്ലായിരുന്നു. പിന്നെ ഇതെന്താ പറ്റിയേ? ഒന്നുമില്ലടോ, ഞാനിങ്ങനെ നമ്മുടെ മിത്രയെക്കുറിച്ച് വെറുതെ ഓരോന്ന്. മിത്രയെ പറ്റിയോ? അതിന് അവക്കിപ്പോൾ എന്തെങ്കിലും? ഏയ്, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കാതെ. അവക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെന്താ? അവളിന്ന് എന്നോട് പറയാ അവക്കൊരു പയ്യനോട് സ്പാർക്ക് അടിച്ചെന്ന്. ഏട്ടാ, അത് നീ ഇങ്ങനെ ടെൻസ്ഡ് ആവാതെ. അവളത് ജസ്റ്റ് ഒരു തമാശ പോലെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാനും അവളോട് പറഞ്ഞായിരുന്നു അത് വിട്ടേക്കാൻ. ആണോ? എങ്കിൽ പിന്നെ വേറെന്താ പ്രശ്നം? വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്കെന്തോ. എന്ത്? ഒന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി വെറുതെ. നിങ്ങൾ തമ്മിൽ എപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ അടിയാണേലും ഏട്ടന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവൾ ചെയ്യുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഇത് പ്രത്യേകിച്ച് ഏട്ടൻ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പം പിന്നെ നമ്മുടെ മിത്ര ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല. വെറുതെ ഇവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടി ആ തല പുകയ്ക്കാതെ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്കാണെങ്കിൽ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങണോ? ഓ വേണ്ട, നിങ്ങളിവിടെ ആകാശത്ത് നോക്കി നക്ഷത്രങ്ങളെ എണ്ണിക്കൊണ്ടിരി. ഞാൻ പോവാ. അങ്ങനെ പോവാതെ അവിടെ നിൽക്ക്. എന്താ മിഥുനേട്ടാ? അല്ല, ഇന്നെൻ്റെ ഓഫീസിലെ ഫസ്റ്റ് ഡേ അല്ലായിരുന്നോ? അപ്പം നമുക്കതൊന്ന് ആഘോഷിച്ചാലോ? ആഘോഷിക്കാനോ? എങ്ങനെ? എങ്ങനാന്ന് വെച്ചാ ദേ എങ്ങനെ. മിഥുനേട്ടാ, പ്ലീസ് താര, എനിക്ക് വേണം. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ. അപ്പൂസേ, അമ്മയുടെ ചക്കര മോനല്ലേ? ദേ ഇതെങ്കിലും ഒരിത്തിരിയെങ്കിലും നീ ഒന്ന് കഴിക്കടാ. എനിക്ക് വേണ്ട, അമ്മ കഴിച്ചോ. മോനെ, ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വാശി കാണിക്കല്ലേ. ദേണ്ടേ 2 ഉരുള കഴിച്ചാൽ മതിയടാ. 2 ഉരുള. എനിക്ക് വേണ്ട. നീ ഇങ്ങനെ വാശി പിടിച്ച എൻ്റെ കയ്യിൽ നിന്ന് നീ നല്ലത് മേടിക്കും കേട്ടോ അപ്പൂസേ. പറഞ്ഞില്ലെന്ന് വേണ്ട, മര്യാദയ്ക്ക് അങ്ങോട്ട് കഴിച്ചേ. എനിക്ക് വേണ്ടെന്നല്ല ഞാൻ അമ്മമ്മ അടുത്ത് പറഞ്ഞേ. പിന്നെ എന്തോ അമ്മയ്ക്ക് കുഴപ്പം? എന്താ അമ്മ? എൻ്റെ പൊന്നു വരണേ, സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഈ ചെക്കൻ മര്യാദയ്ക്കൊന്നും ആഹാരം പോലും കഴിച്ചിട്ടില്ല. എത്ര നേരം കൊണ്ട് ഞാൻ അവൻ്റെ പിന്നാലെ നടക്കുകയാണെന്നറിയാമോ? ഇതും കൊണ്ട് അവനെ ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. കഴിക്കത്തില്ലെന്നുള്ള വാശിയവന്. അതാണോ അമ്മയും കൊണ്ടാ ഞാൻ കൊടുക്കാം എൻ്റെ അപ്പൂസിക്ക്. പപ്പ കൊടുത്താ അപ്പൂസി പെട്ടെന്ന് എല്ലാം ഫിനിഷ് ചെയ്യും. ഇല്ലേ അപ്പൂസി? ഇല്ല. കൊടുക്ക്, കഴിച്ചത് തന്നെ. അമ്മ കളിയാക്കിയൊന്നും വേണ്ട, എൻ്റെ അപ്പൂസി ഗുഡ് ബോയാ അല്ലേ അപ്പൂസേ? ഇപ്പൊ നോയിക്കോ, അവൻ ഇത് ഫുള്ളും കഴിക്കും. എന്നിട്ട് നാളെ പപ്പയെ അപ്പൂസിയും കൂടി കുഞ്ഞെ കാണാൻ പോകും. സത്യമായിട്ടും നാളെ നമ്മൾ കുഞ്ഞിയെ കാണാൻ പോവോ പപ്പ? പക്ഷെ ഇത് ഫുള്ളും കഴിക്കണം, എന്നാലേ കുഞ്ഞെ കാണാൻ കൊണ്ടുപോകത്തുള്ളൂ. അങ്കി അപ്പൂസി ഫുള്ള് കഴിക്കാം. പറ്റിക്കല്ലേ പക്ഷേ.
ഹേയ് പറ്റിക്കത്തില്ല, മോനിത് കഴിച്ചോ. അല്ല, അപ്പൊ നാളെ അപ്പൂസിക്ക് സ്കൂളിൽ പോണ്ടേ, പപ്പിക്ക് ഓഫീസിൽ പോണ്ടേ, അപ്പൊ എങ്ങനെയാ? നാളെ പപ്പയും മോനും ലീവാ, പോരെ? അങ്കി പിന്നെ നമുക്ക് 2 ദിവസം പോണ്ട പപ്പ സ്കൂളില്. ഡാ പ്ലീസ് പപ്പ, 2 ദിവസം കുഞ്ഞെ കണ്ടിട്ട് പിന്നെ പോവാം പപ്പ സ്കൂളില്. ശരി ശരി, ആദ്യം എന്തായാലും ഇത് കഴിക്കാൻ നോക്ക്. എന്റെ പപ്പ ഗുഡ് പപ്പയാ, ഐ ലവ് യു. മതി മതി, കൂടുതൽ സോപ്പിടാണ്ട് കഴിക്കാൻ നോക്ക് നീ. ഇപ്പം തന്നെ സമയം ഒരുപാടായി, ഇന്ന് ഉറങ്ങിയൊന്നും വേണ്ടേ നിനക്ക്? ഇങ്ങനെ നുള്ളിപ്പറക്കിയിരുന്നാ ഇന്നൊന്നും ഇത് കഴിച്ചിരത്തില്ല. നാളെ നേരം വെളുക്കും. ഇങ്ങോണ്ട അമ്മ മാറി തരാം അമ്മമ്മയുടെ അപ്പൂസിക്ക്. വേണ്ട, ഞാനീ വലിയ കുട്ടിയാ, ഞാൻ തന്നെ വാരി കഴിച്ചോളാം. എപ്പോഴും അമ്മ തന്നെയല്ലേ പറയുന്നേ ഞാൻ വലിയ കുട്ടിയാന്ന്. എന്നിട്ട് എന്താ? ഓ സമ്മതിച്ച്, നീ വലിയ കുട്ടി തന്നെ, പോരെ? വരുണേ, നീ അവനോട് ശരിക്കും പറഞ്ഞതാണോ നാളെ? ആ അമ്മ, ഞാൻ അവൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞതാ. ഇന്ന് സ്കൂളിൽ നടന്ന ഇൻസിഡൻറ്റ് കാരണം അവൻ ഒരുപാട് വിഷമത്തിലല്ലായിരുന്നു അമ്മ. അവൻ്റെ മൂഡൊന്ന് മാറണമെങ്കിൽ കുഞ്ഞെടുത്ത് കൊണ്ടുപോയെങ്കിലേ പറ്റത്തുള്ളൂ. അവളെ അവൻ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് അവളോട് കളി ചിരിച്ച് വരുമ്പോഴത്തേക്കൊക്കെ അവൻ്റെ മൈൻഡ് അങ്ങ് മാറിക്കോളും. അതാ പിന്നെ ഞാനും. അതെന്തായാലും ഒരു കണക്കിന് നന്നായി. കൊച്ചിൻ്റെ മനസ്സ് നല്ലപോലെ വേദനിച്ചിട്ടുണ്ട്, പാവം. എന്നാലും ആരായിരിക്കും അത്? ആരെ കണ്ടിട്ടായിരിക്കും അവൻ ലജ്ജു എന്ന്? അറിയില്ലമ്മ, ചിലപ്പം ഏതെങ്കിലും കുട്ടിയുടെ പേരൻ്റ് ആയിരിക്കും. ലച്ചുവിനെ ഫോട്ടോയിൽ കണ്ട് മാത്രം പരിചയമുള്ള അവൻ ഇങ്ങനെ. വരുണേ, അമ്മയ്ക്ക് തോന്നുന്നത് ഇനി അവൻ്റെ അടുത്ത് ലച്ചുവിൻ്റെ കാര്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്നാ. അല്ലെങ്കിൽ ഇതുപോലെ അവൻ ഇനിയും. അത് ഞാനും ചിന്തിച്ചതാ അമ്മ. അവനോട് കാര്യങ്ങളെല്ലാം പതിയെ പതിയെ പറയണം. ആദ്യം അവന് നല്ല വിഷമം കാണും കേൾക്കുമ്പോൾ. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും ശരിയാവത്തില്ല. എന്നായാലും അവൻ സത്യങ്ങളെല്ലാം അറിയണ്ടേ. ആ കുഞ്ഞു മനസ്സ് താങ്ങൂന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഇപ്പോഴും അവൻ്റെ മമ്മ എന്നേലും അവനെ കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാ പാവം. ഏട്ടാ, ഇന്ന് ഓഫീസിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഏട്ടൻ്റെ വരുൺ സാർ എങ്ങനെ, ആളുപ്പാവാണോ? ആള് പാവാടോ, കോശി സാറ് പറഞ്ഞ പോലെ തന്നെ ആളൊരു സിമ്പിളനാ. സിമ്പിളനോ? അതെന്തുവാ? സിമ്പിളെന്ന് വെച്ചാ സാധാരണ എങ്ങനെ ബോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മസിലൊക്കെ പിടിച്ച് കട്ടക്കലിപ്പിൽ എല്ലാവരോടും ദേഷ്യപ്പെട്ട് അങ്ങനല്ലേ. പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ. അരുണാൾ പഞ്ചപാവ. അതെനിക്ക് ആദ്യം തന്നെ മനസ്സിലായതാ. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര ഫ്രണ്ട്ലി ഒന്നുമല്ല, എല്ലാവരോടും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഏട്ടൻ്റെ തോന്നലായിരിക്കും. ഏട്ടൻ ഇന്നങ്ങോട്ട് ചെന്നതല്ലേ ഉള്ളൂ. കുറച്ചും കൂടി അടുത്തറിയുമ്പോഴത്തേക്ക് ഈ അകലവും കുറയും. അടുത്തറിയണം, അടുത്തറിഞ്ഞേ പറ്റൂ. അമ്മോ, ഇന്ന് മിക്കാറും കാക്ക മലന്ന് പറക്കും. ദേ ഇതാരാ വരുന്നേന്ന് നോക്കേ. ആ
ഇവിടുത്തെ ഉണ്ണിയാർച്ചയോ? എന്തോ പറ്റി? എന്താ ഇത്ര നേരത്തെ എണീറ്റ് ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ അല്ലേ സ്കൂളിലെ, അപ്പൊ ഇത്തിരി നേരത്തെയൊക്കെ പോവാന്ന് വിചാരിച്ചു. അതാ. ഓ ചുമ്മാതല്ല. അപ്പൊ നേരത്തും കാലത്തൊക്കെ എണീക്കാൻ പൊന്നുമൊക്കെ അറിയാല്ലേ? അപ്പൊ നീ നന്നാവാൻ തീരുമാനിച്ചോ? ഏയ് നീ അങ്ങനൊന്നും ചിന്തിച്ചു കളയരുതേ. ഇത് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ദിവസമാണ്, അതുകൊണ്ട് ഇത്തിരി നേരത്തെ പോയേക്കാന്ന് വിചാരിച്ചു. വെറുതെ ചെന്ന് അവരുടെ വായിരിക്കുന്ന കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ നാളെ മുതൽ ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് പോത്തോളൂ. നോട്ട് ദ പോയിന്റ്. എനിക്ക് അപ്പോഴേ തോന്നി, അല്ലേലും നീ നന്നാവാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ ഞാൻ നിന്നെ ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു, ഇനി അബദ്ധവശാലെങ്ങാണ് നീ നന്നായി പോയോ എന്ന്. പക്ഷെ നീ നന്നായിട്ടില്ലെന്ന് മനസ്സിലായി. നിന്നെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചത് എൻ്റെ മാത്രം തെറ്റാണ്, എൻ്റെ മാത്രം. ഓ പന്നി എൻ്റെ ചേട്ടനായി പോയി. അല്ല കാലവാരി ഞാൻ നിലത്തടിച്ചേനെ. നീ ഒന്നും കഴിക്കുന്നില്ലയോ കൊച്ചെ? കഴിക്കാണ്ട് പോകാൻ നിൽക്കുവാണോ? പിന്നെ കഴിക്കാണ്ട് പോകാതിരിക്കാൻ തന്നെ തലയിൽ കൂടെ വണ്ടി കൊടുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല പട്ടിണി ഇരിക്കാൻ. കൊടമ്മ കൊട്, നല്ല കട്ടിക്ക് കൊട്. ആദ്യമായിട്ട് പണിയെടുക്കാൻ പോവല്ലേ, അപ്പം നല്ല സ്റ്റാമിനയൊക്കെ വേണ്ടേ? കൊട്, നല്ല കാര്യമായിട്ട് കൊടു. നീ പടവട്ടി. പട്ടി നിന്റെ ചേട്ടൻ അല്ലേ? എനിക്കറിയാം. പൊടി കുട്ടിപ്പിശാശൻ മരമാക്രി. താരേച്ചി ഞാൻ വിളിക്കുന്നു. എന്താ ഏട്ടാ? അത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക. ഹാ ഇന്ന് ഏട്ടാ വേറെ വല്ലതും വേണോ? വേണ്ട. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കടാ മത്തങ്ങ തലയാ. നീ പൊടി മത്തങ്ങ തലച്ചി. എന്തുവാടാ രണ്ടെണ്ണം കൂടി അവിടെ? കുറെ നേരം കൊണ്ട് തുടങ്ങി തന്നല്ലോ. മര്യാദക്ക് കഴിച്ചിട്ട് എണീറ്റ് പോകാൻ നോക്കേ. എടാ ചേട്ടാ, അമ്മ നല്ല കളിപ്പാ, അതുകൊണ്ട് മര്യാദക്ക് കഴിച്ചിട്ട് എണീറ്റ് പോവാം. അല്ലെങ്കിൽ മിക്കവാറും ആ ചമ്മന്തി നമ്മുടെ തലയിൽ കിടക്കും. അത് ശരിയാ, അമ്മയായോണ്ട് ചിലപ്പോൾ അതൊന്നും സംഭവിക്കും. വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ കഴിച്ചോ. അമ്മ ഞാൻ ഇറങ്ങുവാണേ. ഏയ് പോലെ കാശുണ്ടെങ്കിൽ 1000 രൂപ തന്നിട്ട് പോടാ. കാശൊക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് തരത്തില്ല. ഏയ് അങ്ങനെ പറയരുത് പ്ലീസ്. താടാ പ്ലീസ്. എന്റെ ചക്കര ഏട്ടനല്ലേ? അല്ല, ഇന്നലെ എന്റെ പൊന്നുമോൾ എൻ്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞേ? വല്ലതും ഓർമ്മയുണ്ടോ? എനിക്ക് ജോലി സെറ്റായി, ഇനി നിന്റെ ഔദാര്യം വേണ്ട. എന്നിട്ട് നാണോ മാനോ ഇല്ലാതെ രാവിലെ വന്ന് എൻ്റെ അടുത്ത് കാശിനിറക്കുന്നു. രണ്ടെണ്ണം വീണ്ടും തുടങ്ങിയോ? ഓ എന്റെ ഭഗവാനേ, ഏത് നേരത്താണോ ഇതിനെയൊക്കെ? അയ്യേ, നീ അതെന്തെങ്കിലും കൊച്ചു പിള്ളേർ എനിക്ക് മനസ്സിൽ വെച്ചോണ്ട് കിടക്കുവാണോ? ഞാനത് അന്നേരത്തെ ആ ഫ്ലോയിലൊന്നും പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ചേട്ടനല്ലാതെ വേറെ ആരാടാ കാശ് തന്നെ സഹായിക്കാൻ? താടാ പ്ലീസ്. സോപ്പിട്ടിട്ടെ അങ്ങോട്ട് പതയുന്നില്ല. തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല, അത്ര തന്നെ. അമ്മ ഇവന്റെ അടുത്ത് തരാൻ പറയേ. അല്ല നീ എന്തിനാ അവന്റെ അടുത്ത് ചോദിക്കുന്നേ? നിന്റെ കയ്യിലെ കാശൊക്കെ എന്തിയെ? കാശോ? എന്റെ കയ്യിലോ? എവിടുന്ന്? എന്റെ കയ്യിലൊന്നുമില്ല. ആ പറച്ചിലീന്ന് തന്നെ മനസ്സിലായേ നിന്റെ കയ്യിലൊന്നും ഇല്ലെന്ന്. എടി കള്ളി, നീ എല്ലാ പ്രാവശ്യം ഇങ്ങനല്ലേ? നിന്റെ കയ്യിലുള്ളത് നീ അവിടെ ഭദ്രമാക്കി വെച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് വലിച്ചോണ്ട് പോകും. അതല്ല ഇപ്പോഴും. നീ പോടാ പട്ടി. എനിക്ക് നിന്റെ കാശ് വേണ്ട. ഒരു ഇല്ല, അത് ഞാൻ പറയത്തില്ല. താരേച്ചി അവന്റെ പേഴ്സ് ഇങ്ങടുത്തെ, ഞാൻ എടുത്തോളാം. താരെ, നീ എന്റെ പേഴ്സ് വല്ല അവക്ക് കൊടുത്ത ഞാൻ നിന്നെ ആ സ്പോട്ടിൽ ഡിവോഴ്സ് ചെയ്യും. നോക്കിക്കോ. ശരിക്കും? ആ ശരിക്കും. എങ്കിൽ ഞാൻ കൊടുക്കും.
ഓഹോ, അപ്പൊ എല്ലാരും കൂടി ചേർന്ന് തുനിഞ്ഞിറങ്ങിയേക്കല്ലേ? നീ കൊടുക്കൂല്ലേ? നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. ആദ്യം ഇവളുടെ കാശിന്റെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ. അല്ല, നിനക്ക് എന്തിനാ ഇപ്പം 1000 രൂപ? അതൊക്കെ ഉണ്ട്, നീ കാര്യം അറിഞ്ഞെങ്കിലേ തരത്തുള്ളോ? ആ, കാര്യം അറിഞ്ഞെങ്കിലേ തരത്തുള്ളൂ. കൊടുക്കും ഇതിനേട്ടാ. അവൾക്ക് പിള്ളേർക്ക് എന്തോ ക്രയോണോ കളർ പെൻസിലോ അങ്ങനെ എന്തൊക്കെയോ മേടിക്കാനാ. അതിനിവള് പഠിപ്പിക്കാൻ പോയി തുടങ്ങിയില്ലല്ലോ. ഇന്ന് മുതൽ പോകത്തല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ അതൊക്കെ ഇപ്പോഴേ മേടിച്ചു കൂട്ടുന്നേ? ഒരു മണ്ടൻ പൊട്ടൻ, ഒന്നും അറിയത്തില്ല. എടാ പൊട്ടൻ ചേട്ടാ, അത് വേറൊന്നും അല്ല. എന്താന്ന് വെച്ചാലേ എല്ലാം കുഞ്ഞു പിള്ളേരല്ലേ. നമ്മൾ പറഞ്ഞ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഓരോരുത്തർ ഇരിക്കണമെന്നൊന്നുമില്ല. അപ്പം അവരെ കയ്യിലെടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിൽ വല്ല ക്രയോണോ കളർ പെൻസിലൊക്കെ കൊടുത്താൽ അവർ ഇത്തിരി കൂടി നമ്മുടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. അതിനാ. ഓ അങ്ങനെ. നിനക്ക് ഇങ്ങനൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി വിവരമൊക്കെ ഉണ്ടായിരുന്നല്ലേ? നീ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാണ്ട് കാശാടാ. ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ലേറ്റ് ആവും. കാശൊക്കെ തരാം, പക്ഷെ നീ പഠിപ്പിക്കാൻ പോണ ആ കൊച്ചുങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്കൊരു സങ്കടം. സങ്കടോ? അതെന്തിന്? അത് പിന്നെ നീയാണല്ലോ ആ പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നത്. അതാലോചിക്കുമ്പോഴാ. അമ്മ ദൈവ പറയുന്ന കേട്ടോ അമ്മ. ഡാ അടങ്ങടാ, എന്റെ കൊച്ചിനെ കളിയാക്കാണ്ട്. നീ വിഷമിക്കണ്ട, അവൻ ചെറിയൊരു സത്യം പറഞ്ഞെന്നല്ലേ ഉള്ളു. പോട്ടെ, നീ അത് കാര്യാക്കണ്ട. അമ്മയും നീ കൂടുതൽ ചിരിക്കലടാ പട്ടി. നീ തന്നെ അല്ലേ പറഞ്ഞേ അവിടെ വേക്കൻസി ഉണ്ടെന്ന് അപ്ലൈ ചെയ്യാനും ഒക്കെ. എന്നിട്ട് നീ തന്നെ എന്നെ ഇങ്ങനെ എന്തിനാ കളിയാക്കുന്നേ? ഇങ്ങനാണെങ്കിൽ ഞാൻ പോകുന്നില്ല, പോരെ? അങ്ങനെ പറയല്ലേ. ഞാൻ എന്തേലും തമാശക്ക് പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ കൊച്ചു പോവാണ്ടൊന്നും ഇരിക്കണ്ട. എൻ്റെ മോൾ പൊളിയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പൊട്ടത്തരങ്ങൾ പറയുമെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നാ 1000 മതിയോ? അല്ല, അതിൽ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതെന്റെ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാകത്തില്ലേ? എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 1000 പിടിച്ചാ മതി. കുഞ്ഞിക്ക് കൊടുക്കാൻ ചോക്ലേറ്റ്സ് ഒന്നും മേടിക്കണ്ടേ? ചോക്ലേറ്റ്സോ? അതിനവൾ അതൊന്നും കഴിക്കാറായില്ലടാ. അതെന്താ? കുഞ്ഞിക്കെന്താ ചോക്ലേറ്റ്സ് ഒന്നും ഇഷ്ടല്ലേ പപ്പ? അതോ ഇനി ആന്റി ചീത്ത പറയോ ചോക്ലേറ്റ്സ് കഴിച്ചാ? അതൊന്നും അല്ല പൂസി. കുഞ്ഞു വാവയല്ലേ, അവളൊന്നും കഴിക്കാറായില്ല. അവള് കഴിക്കാറാകുമ്പോ നമുക്ക് ഇഷ്ടം പോലെ ചോക്ലേറ്റ്സ് മേടിച്ചു കൊടുക്കാം കേട്ടോ. ആണോ? അങ്കി നമുക്ക് കുഞ്ഞി കഴിക്കാറാകുമ്പോ കുഞ്ഞിക്ക് ചോക്ലേറ്റ്സ് വാങ്ങിക്കൊടുക്കാവേ. പക്ഷെ ഇപ്പൊ അപ്പൂസിക്ക് ചോക്ലേറ്റ്സ് കഴിക്കാൻ തോന്നുവാ പപ്പ. വാങ്ങിത്തരുവോ? അപ്പൊ നിനക്ക് വാങ്ങാൻ വേണ്ടിട്ടല്ലേ കുഞ്ഞിയുടെ പേര് പറഞ്ഞേ? പറ്റത്തില്ല. ചോക്ലേറ്റ്സ് വാങ്ങുന്ന പരിപാടിയേ ഇല്ല. ആവശ്യമില്ലാതെ വാശി കാണിക്കണ്ട കേട്ടോ. പ്ലീസ് പാപ്പ, എനിക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങി തന്നാ മതി. പ്ലീസ് പാപ്പ, എനിക്ക് വേണം. എനിക്ക് ചോക്ലേറ്റ് വേണം. നീ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ വാങ്ങത്തില്ല. ഇപ്പം വന്ന് നിനക്ക് നല്ല വാശിയും നിർബന്ധവും കൂടി വരുക. മേടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മേടിക്കാൻ പറ്റത്തില്ല. വെറുതെ കിടന്ന് കരയാൻ നിൽക്കല്ലേ അപ്പൂസെ നീ. ചോക്ലേറ്റ്സ് വാങ്ങി തന്നില്ലേ ഞാൻ പപ്പടുത്ത് മിണ്ടത്തില്ല. എനിക്ക് വേണം. ഓ, വാങ്ങി തരാത്തോണ്ട് നീ പപ്പ എടുത്ത് മിണ്ടത്തില്ലല്ലേ? എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാനും മിണ്ടത്തില്ല പൂസി എടുത്ത്. ഞാനും മിണ്ടത്തില്ല പപ്പ എടുത്ത്. വാ ഇറങ്ങ്. ഇവിടെ എന്തിനാ നിർത്തിയേ?
പപ്പ ഇനി എനിക്ക് ചോക്ലേറ്റ്സ് വാങ്ങി തരാൻ പോവാണോ? നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേ മിണ്ടത്തില്ലെന്ന്, പിന്നെ എന്തിനാ നീ എൻ്റെ അടുത്ത് സംസാരിച്ചേ? പറ പപ്പ, എനിക്ക് ചോക്ലേറ്റ്സ് വാങ്ങി തരാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിർത്തിയേ? ആണാണ്. നിനക്ക് പപ്പയോട് മിണ്ടാണ്ടിരുന്ന പ്രശ്നമൊന്നും കാണത്തില്ല. പക്ഷേ എൻ്റെ അപ്പൂസി എൻ്റെ അടുത്ത് മിണ്ടാണ്ടിരുന്ന പപ്പയ്ക്ക് ഭയങ്കര വിഷമാ. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ചോക്ലേറ്റ് വാങ്ങിത്തരാന്ന്. നീ എൻ്റെ അടുത്ത് ഒന്നെന്നല്ലേ പറഞ്ഞേ, ഇനി മാറ്റി പറയരുത്. അതെ, ഈ ബുക്സും കളേഴ്സും ഒക്കെ ഏത് ഭാഗത്താ? അതോ ആ റൈറ്റ് സൈഡിലാ? അതെ അല്ലേ, താങ്ക്സ്. ഇതിപ്പോ ഒന്ന് മതിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ എത്ര എണ്ണം ആയ അപ്പൂസേ? കൂടുതൽ ചിരിക്കലേ നീ. എനിക്ക് അപ്പോഴേ അറിയാം നിന്റെ ഒന്നെന്ന് പറയുന്നത് അവസാനം 5 ആവുമെന്ന്. നീ ഇവിടെ നിന്നേ അപ്പൂസേ. പപ്പ ഇതാരാ വിളിക്കുന്നതെന്ന് നോക്കട്ടെ. ഹലോ ഹർഷ. ഹലോ ഹലോ, നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, ഈ ഭാഗത്താന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോ സമയം ഒരുപാടായി. അല്ലെങ്കിലും ഉള്ളതാ, ആവശ്യമുള്ള സമയത്ത് ഇതൊന്നും കണ്ണി കാണത്തില്ല, അല്ലെങ്കിൽ എപ്പോഴും കാണും. ഇത് എവിടാന്നും പറഞ്ഞ